നെറ്റിന്റെ പ്രോബ്ലം ആണ്, എന്റെ പ്രോബ്ലം അല്ല കേട്ടോ. നെറ്റ് ഈയിടെയായിട്ട് അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ടാകും, കട്ടായിട്ട് പിന്നെ വരികയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹൽ തസ്മഊൻ? ഓക്കെ. മലായിക്കത്ത് കലിമത്ത് മുഅന്നസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഫഅലിനെ മുഅന്നസായി പരിഗണിച്ചത്. തഅതിയഹും മലായിക്കത്തു ഔ യഅതിയ റബ്ബുക ഔ യഅതി ബഅദു ആയാതി റബ്ബിക. അപ്പൊ തഅതിയഹും ലഹും എന്ത് സ്ഥാനത്താണ് ഉള്ളത്? മഫ്ഊലുൻ ബിഹി. അപ്പൊ തഅതിയഹും അത്താ യഅതി എന്ന് പറയുന്ന എന്ന പേര് യഥാർത്ഥത്തിൽ മഫ്ഊൽ ബിഹി ആവശ്യമുള്ളതല്ല. അത്ത അമ്രുല്ലാഹി എന്ന് പറഞ്ഞ മഫ്ഊൽ ബിഹി ആവശ്യമില്ല. പക്ഷേ അത്തയുടെ കൂടെ ചേർന്ന് എന്തേ വന്നിട്ടുണ്ട്? മഫ്ഊൽ ബിഹി വന്നാൽ അത് മഫ്ഊൽ ബിഹിയാണ്. അല്ല, സർവനാമം ചേർന്ന് വന്നാൽ എന്തായാലും അത് മഫ്ഊൽ ബിഹി ആയി. അത്തയുടെ കൂടെ മഫ്ഊൽ ബിഹി വന്നു കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ വന്നു. ജാഅഹും എന്നൊക്കെ പറയുന്ന പോലെ ജായും അത്തയൊക്കെ ഏതാണ്ട് ഒരേപോലുള്ള ക്രിയകളാണ്. അതിന് യഥാർത്ഥത്തിൽ മഫ്ഊൽ ബിഹി വേണ്ട, പക്ഷേ മഫ്ഊൽ ബിഹി വന്നാൽ അവരുടെ അടുക്കൽ വന്നു എന്നർത്ഥം. ലാൻ തഅതിയഹുമുൽ മലായികത്തു, അവരുടെ അടുക്കൽ മലക്ക് വരുന്നത് വരെയാണോ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അല്ല, അവർ നോക്കിയിരിക്കുന്നത് മലക്കുകൾ വരും എന്നാണോ? ഔ യഅതിയ. അപ്പൊ യഅതിയ എങ്ങനെ മൻസൂബായി, നസ്ബ് ചെയ്യപ്പെട്ടു? ഔ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? തൊട്ട് മുമ്പുള്ള ക്രിയയോട് അത്ഫ് ചെയ്തത്. അത്ഫ് എന്നാണ് നമ്മൾ പറയുമ്പോൾ ആ ഉപയോഗിച്ച് മറ്റുള്ള മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തുന്ന പോലെ സിമിലർ ആയിട്ടുള്ള പദങ്ങൾ വേറെയും വരും. വാ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള, ആൻഡ് പറയുമ്പോൾ ഓർ പറയുന്നത് പോലെ, അതേപോലെ നോർ പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഇത് മുമ്പുള്ളതിനോട് ബന്ധപ്പെടുത്തും. ഔ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടുത്താം. അതല്ല യഅതിയ റബ്ബുക്, അവിടെ യഅതിയുടെ ഫായില് റബ്ബ് എന്ന ഇസ്മാണ്, റബ്ബ് എന്ന നാമമാണ്. അപ്പൊ എന്ത് ചെയ്തു? യഅതിയ ഫായില് മുദക്കറായിട്ട് ഉപയോഗിച്ചു യഅതിയ. അപ്പൊ അൻ തഅതിയ വന്നതുകൊണ്ട് എന്റെ ശേഷമുള്ള യഅതിയയ്ക്ക് ഔ ചേർത്തിട്ട് യഅതിയയ്ക്ക് നസ്ബ് കൊടുത്തു. യഅതിയ റബ്ബുക് ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക്. രണ്ടാമത് വന്ന യഅതിയയുടെ ഫാഇൽ ഏതാണ്? മൂന്നാമത് വന്ന ആദ്യത്തെ തഅതിയ, രണ്ടാമത് യഅതിയ, മൂന്നാമത് ഔ യഅതിയ വന്നു. ഫാഇൽ ഏതാണ്? ബഅദാണ്. എന്റെ ഫാഇൽ. ബഅദു ആയാതി റബ്ബിക്. റബ്ബിനെങ്ങനെ, റബ്ബിന്റെ നാമത്തിന് എങ്ങനെ ഈ കസ്ർ വന്നു? ഏതിലേക്ക്? ആയാത്തിലേക്ക്. ആയാത്തിൽ എങ്ങനെ കസ്ർ വന്നു? മഫ്ഊലും ബിഹി ഒന്നുമല്ല. മഫ്ഊലും ബിഹിക്ക് മഫ്ഊലും ബിഹി എങ്ങനെയാവും? ബഅദിന് ശേഷമുള്ള കുല്ലും മുളാഫിൻ ഇലൈഹി. കുല്ലിന്റെയും ബഅദിന്റെയും ശേഷമുള്ള കുല്ലും മഫ്ഊലും ബിഹി ആയിരിക്കും, അല്ല മുളാഫ് ഇലൈഹി ആയിരിക്കും കേട്ടോ. ബഅദ്, കുല്ല്, ഇങ്ങനെ അളവ് തോതൊക്കെ പറയുന്ന സംഗതിയുണ്ട്. അളവ്, തോത്, പിന്നെ സ്ഥാനം ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ കുറച്ച് എന്നല്ലേ വരിക. അതിന്റെ മീതെ, അതിന്റെ പിന്നിൽ, അതിന്റെ വലത് ഭാഗത്ത്, അതിന്റെ ഇടത് ഭാഗത്ത്, അതിന്റെ മുന്നിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്ത്യ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ശേഷമുള്ള എല്ലാത്തിനും മുളാഫ് ഇലൈഹി ആയിരിക്കും. ഇന്ത്യ എന്ന അർത്ഥം മുളാഫ് ഇലൈഹി ആണ്. അതും ആയാത്തി, ആയത്തുകളുടെ ചിലത്, ആയത്തിന്റെ ചിലതും. അപ്പൊ അവിടെയൊക്കെ അവിടെ ബാബ് ആയത്തിലേക്ക് ഇളാഫത്ത് ചെയ്തു, ആയത്തിനെ റബ്ബിലേക്ക് ഇളാഫത്ത് ചെയ്തു.
അപ്പൊ ഓരോന്നിനും അതാത് ഘടന അനുസരിച്ച് കെസ്റ വന്നു, അല്ലെ ജറിയപ്പെട്ടു. ഇവിടെ എന്താണ്, ആയാത്തിന് കെസ്റത്ത് കൊണ്ട് തന്നെയാണ് ജറി ചെയ്തിരിക്കുന്നത്. ആയാത്തിന് ചിലപ്പോ കെസ്റത്ത് കൊണ്ട് നെസ്ബും ചെയ്യും. ഇവിടെ കെസ്റത്ത് കൊണ്ട് കെസ്റ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ജറി തന്നെയാണ് ചെയ്തത്. ബാബു ആയാത്തി റബ്ബിക്, ഇതാണോ അവർ കാത്തിരിക്കുന്നത്? അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അൻ തഅതിയഹുൽ മലായികത്തു, അവരുടെ അടുക്കൽ മലക്കുകൾ വരും. രണ്ടാമത് യഅതി റബ്ബുക്, അവരുടെ അടുക്കൽ റബ്ബ് വരും. മൂന്നാമത് യഅതി ബഅദു ആയാത്തി റബ്ബിക്, അവരുടെ അടുക്കൽ നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരും. ഇവിടെ എന്തായാലും സൂക്തങ്ങളല്ല, എന്തെങ്കിലും തെളിവുകളോ ദൃഷ്ടാന്തങ്ങളോ വരും. അപ്പൊ ഈ മൂന്നിനും ഒരേ ക്രിയയാണ് ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ മൂന്നും ഒരേപോലെയുള്ള ആഗമനമാണോ, വരവാണോ? അല്ല. മലക്കുകൾ വരുന്നത് ഒരു രീതിയിലായിരിക്കും. നമുക്കറിയാം, മലക്കുകൾ വരുന്നത് കാണണമെന്നുണ്ടെങ്കിൽ അവര് മനുഷ്യരൂപം പ്രാപിച്ചു വരണം. അപ്പൊ ചിലപ്പോ കാണാൻ പറ്റില്ല മലക്കുകൾ വരുന്നത്. രണ്ടാമതൊന്ന് അള്ളാഹ് വരും എന്ന് പറഞ്ഞു. റബ്ബിന്റെ ആഗമനം മലക്കുകളുടെ ആഗമനം പോലെയല്ല. പിന്നീട് ദൃഷ്ടാന്തങ്ങൾ വരുന്നത് മലക്കുകളുടെയും റബ്ബിന്റെയും ആഗമനം പോലെയല്ല, ദൃഷ്ടാന്തങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ആ ഇത്തിയാൻ എല്ലാം എന്താണ്, തികച്ചും വ്യത്യസ്തമാണ്. ഒരേപോലെ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരേപോലെ ആവുകയില്ല. ഇതേപോലെ സന്ദർഭങ്ങൾ വേറെയും വരുമ്പോൾ നമ്മൾ വേറെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂറത്തു ഫജ്ർ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും, ജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ. അപ്പൊ മലക്കുകളുടെ ആഗമനവും അള്ളാന്റെ ആഗമനവും ഒരേപോലെ അല്ല. അള്ളാന്റെ ആഗമനത്തെ കുറിച്ച് നമുക്കൊരിക്കലും വർണ്ണിക്കാൻ പോലും കഴിയില്ല. കാരണം അതെന്താണ്, അള്ളാന്റെ മഹത്വത്തോട് യോജിക്കുന്നതല്ല. ലാ യലിയഖു ബി ജലാലതിഹി, അവന്റെ മഹത്വത്തോട് യോജിക്കുന്നതല്ല. അവൻ എങ്ങനെ വന്നു, ഏത് രൂപത്തിൽ വന്നു, എങ്ങനെയാണ് അവന്റെ രൂപമുള്ളതെന്ന് നമുക്ക് വർണ്ണിക്കുക സാധ്യമല്ല. അത് എല്ലാവിധ വർണ്ണനകൾക്കും അപ്പുറത്താണ്. കാരണം റബ്ബും നമ്മൾ തമ്മിൽ തുലനം ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ഒന്നിനോട് തുലനം ചെയ്യാൻ സാധിക്കുക എന്നത് റബ്ബിന്റെ മഹത്വം കുറയ്ക്കുന്നതാണ്. ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ആലമീനാണ്. റബ്ബും ഖാലിഖും മുസവ്വിറും ബാരിഉം എല്ലാ ലോകത്തിന്റെ മുഴുവൻ എല്ലാമാണ്. രൂപകൽപ്പന ചെയ്തതും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും എല്ലാം അവനാണ്. ഒരിക്കലും അതിലുള്ള അവൻ സൃഷ്ടിച്ചവയെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അവൻ സൃഷ്ടിച്ചവയെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ നമ്മൾ കാണാൻ പറ്റുന്ന അവന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനോട് തുലനം ചെയ്തേ നമുക്ക് പറയുമ്പോൾ പറയാനും പറ്റും. അതുകൊണ്ട് അങ്ങനെ തുലനം ചെയ്യാൻ ഒരിക്കലും അനുയോജ്യനല്ല, നമുക്കങ്ങനെ പറയാനും പാടില്ല. എന്ത് പറഞ്ഞാലും അള്ളാഹ് രണ്ട് കൈകളും നീട്ടി നിൽക്കുന്നവനാണെന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്, വെറും ആലങ്കാരികമായ പ്രയോഗങ്ങൾ മാത്രമാണ്. അതൊരിക്കലും നമ്മൾ കൈ നീട്ടുന്ന പോലെയല്ല. യൗമ യഅതി ബഅദു ആയ, അപ്പൊ ഇതാണോ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്, അവർ നോക്കിയിരിക്കുന്നത് ഇതിനെയാണോ? യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത മിൻ ഖബ്ലു ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറ. ഇനി ആ ബഅദു ആയാത്ത്, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വന്നു കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ, ബഅദു ആയാത്തി റബ്ബിക, രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് സംഭവിച്ചു കഴിഞ്ഞാൽ, ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ൽ. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ എന്ന് പറഞ്ഞെടുത്ത് ഫിഅല് ഫാഇൽ മഫ്ഊൽ ബിഹി പറഞ്ഞു. ഫിഅല് ഫാഇൽ മഫ്ഊൽ ബിഹി തുറാസ വേറെ പറയും. നമ്മൾ ബക്കറ, ആല ഇമ്രാൻ, നിസാ, മാഇദ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എല്ലാവിലെത്തി യൻഫഉ ഫിഅല് നഫ്സൻ മഫ്ഊലുൻ ബിഹി. മഫ്ഊൽ ബിഹി. പിന്നെ
പിന്നെ ഈ- ഈമാനാണ്. ആ, ഈമാൻ ഫായില്, ഹ മുളാഫ് ഇലൈഹി. ആ, ആ ആ, മുളാഫ്. ആ ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? മഫ്ഊലുൻ ബിഹി തഖ്ദീമാണ്, മുഖദ്ദമാണ്. ആ, അപ്പൊ എന്തിനാണ്? അതിന്റെ പ്രാധാന്യം ഉദ്ദേശിച്ചുകൊണ്ട്. ഒരു നഫ്സിനും പ്രയോജനം ചെയ്യില്ല, ഒരു നഫ്സിനും പ്രയോജനം ചെയ്യില്ല. യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ. എന്തിനാ പറഞ്ഞത്? മഫ്ഊലുൻ ബിഹി തഖ്ദീം മുഖദ്ദമാക്കി പറഞ്ഞത് അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു നഫ്സിനും പ്രയോജനം ചെയ്യില്ല. എന്ത് പ്രയോജനം ചെയ്യില്ല? ഈമാനുഹ, ആ നഫ്സിന്റെ വിശ്വാസം. വിശ്വസിച്ചാൽ ഒരുത്തനും ഒരു പ്രയോജനം ചെയ്യുകയില്ല. ലാം തകുൻ ആമിനത്തിൻ മിൻ ഖബൽ, നേരത്തെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. നേരത്തെ തന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവന് വിശ്വാസം കൂടും. ആയാത്ത് വരുമ്പോൾ ഈമാൻ യസീദ് വയൻഖുസ് എന്നാണ് ഈമാൻ കൂടും. പിന്നെ ഔ കസബത് ഫി ഈമാനിഹ ഖൈറൻ, അല്ലെങ്കിൽ ഔ കസബത്, വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ. ലം തകുൻ ആമനത്ത്. ആമനത്ത് എന്ന് പറഞ്ഞപ്പോ ആമനത്ത് നഫ്സാണ്. നഫ്സ് ആയതുകൊണ്ടാണ് ആമനത്തിന് അന്നസ് ഉപയോഗിച്ചത്. ഔ കസബത്ത്, അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഫി ഈമാനിഹ, അതിന്റെ വിശ്വാസത്തിൽ, ഖൈറ, നല്ലത്, അമല സാലിഹാത്ത് ചെയ്യുകയും നേരത്തെ വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് നേരത്തെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസം കൂടും, അപ്പൊ പ്രയോജനം കൂടും. നാമും കാത്തിരിക്കുകയാണ്. അങ്ങനെ അള്ളയും മലക്കുകളും അള്ളയും അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ വരുന്നതാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? നോക്കിയിരുന്നോ, നമുക്കും നോക്കിയിരിക്കാം എന്നാ പറഞ്ഞു. അങ്ങനെ അവസാനം നിമിഷം ഈമാൻ ഉള്ളത് കൊണ്ട്, ഈ വിശ്വസിച്ചത് കൊണ്ട്, ഈമാൻ കൈക്കൊള്ളത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. അത് വേറെ കാര്യം. കാത്തിരിക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു ഇൻതമിറു, ആദ്യം ഹൽ എന്നുറൂന എന്നാണ് പറഞ്ഞത്. എന്നുറൂന എന്ന് പറഞ്ഞാൽ അവർ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇൻതറ എന്ന അർത്ഥത്തിലാണ് ആദ്യം ഉപയോഗിച്ചത്. അപ്പൊ എന്താണ്? സാഹിത്യമായ രീതി അനുസരിച്ച് ഒരേ പദം പ്രയോഗിക്കുന്നതിന് പകരം വ്യത്യസ്ത പദപ്രയോഗങ്ങൾ സ്വീകരിക്കും. ആ രീതിയിലാണ് ഒരേ പദം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അരോചകമുണ്ടാകും. അതുകൊണ്ട് ഇത് രണ്ടു തരം പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ. ഇന്നല്ലദീന ഫറഖൂ ദീനഹും, ദീനിനെ മുറിച്ചവർ. ഫറഖ, ഫിർഖത്താക്കിയവർ, കക്ഷികളാക്കിയവർ, സംഘമാക്കിയവർ, വേർതിരിച്ചവർ. ഫറഖ, വേർതിരിച്ചു, വേറെ കൂട്ടമാക്കി, വേറെ ഇനമാക്കി. ഫർക്ക്, വ്യത്യാസം. ഫറഖ, വ്യത്യാസപ്പെടുത്തി. ദീനഹും, തങ്ങളുടെ ദീന്. വകാനൂ ശിയഅ, ശിയഅ. ശിയ ബഹുവചനമാണോ ഏകവചനമാണോ? എന്താണ് ഷിയ? ഏകവചനമാണോ ബഹുവചനമാണോ? അതുമല്ല ദ്വയലാണോ, ഇസ്മാണോ, ഹർഫാണോ? ഞാൻ അതും ചോദിച്ചില്ല. ഞാൻ ഇസ്മാണോ, ഫേലാണോ, ഹർഫാണോ, മുഫ്രദാണോ, ജമ്മാണെന്നാണ് ചോദിച്ചത്. ജമ്മാണ്. അപ്പൊ അതിന്റെ മുഫ്രദ് എന്താണ്? എഴുതി തന്നില്ലായിരുന്നോ? ഷായം. അത് ഫേലാണ്. ഷായം ഫേലാണ്. ആരും വായിച്ചു നോക്കിയില്ല വഴക്കർത്ഥം? വായിച്ചു നോക്കി മറന്നു. ഷിയാൻ എന്ന് പറയുമ്പോൾ ഷിയാത്തുൻ എന്നാണ് എന്റെ ഏകവചനം. ഷിയാത്തുൻ, ജംഅഹു ഷിയഉൻ. ഷിയഉൻ. അഷിയ വേറെ സഹോദരാണ്.
ഷുഅബ് എന്നൊരു ഷിയത്തിന് രണ്ട് ജമ്മുണ്ട് ഇതില്. ഷുഅബ് ഷിയാഉൻ എന്നല്ലേ പറയുന്നത്? രണ്ട് ജമ്മ വന്നിട്ടുണ്ടോ? ആ ഷിയാഉൻ അഷിയാഉൻ. അഷിയാഉൻ അയിനാണ്. ഓക്കെ ഓക്കെ. ഷിയാ മെഷാൻ. പിന്നെ വേറെ ആരാ ഷാബ് പറഞ്ഞത്? ഷുഅബ് എന്ന് ഒന്നില്ലേ ഉസ്താദ്? ഷുഅബ് അത് വേറെ വാക്കല്ലേ? അവിടെ ബാ വന്നല്ലോ. അവിടെ ബാ വന്നു, അപ്പൊ വേറെ വാക്കായി പോയി. അവിടെ ഷീന് ഐന് ബാ ആണ്, ഇവിടെ ഷീന് യാ ഐനാണ്. അപ്പൊ ഇതിന് വേറൊരു അർത്ഥം അങ്ങനെ പറഞ്ഞൂടെ? ഷുഅബ് അങ്ങനെ പറയാം ഷുഹൈബ്. ഷുഅബ ഖബായില ലിതആറഫു അതെ, എന്നുള്ള. അതെന്താണ് ഷുഊബ്? യഥാർത്ഥത്തിൽ ഷിയ എന്ന കക്ഷി പോലെയല്ല ഷുആബ്. അതെന്താണ്? കൂട്ടം, ശാഖയാണ്. ശാഖ എന്നൊക്കെ അർത്ഥത്തിലാണ്. ഷിയത്ത് എന്ന് പറയുമ്പോൾ ഒരു കക്ഷി, അതിനെ കക്ഷികൾ എന്താണ് പല കക്ഷികളായി മാറുന്നു, അതിനാണ് ഷിയ എന്ന്. എന്നുള്ളത് ബ്രാഞ്ച് എന്നുള്ള അർത്ഥം. എന്താണ് അത്? അപ്പം വേറെ ബ്രാഞ്ച് അപ്പൊ ഐനായി അവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പൊ ഫാ മാത്രം ചിലപ്പോൾ എഴുതും ഫറവിന്. ബ്രാഞ്ചിന് നമ്മളെ ബി ആർ ഇടുന്നത് വരെ ഫറവിന് ഫാ മാത്രം എഴുതും. പിന്നെ മർക്കസ് റഈസി, ഹെഡ്ക്വാർട്ടേഴ്സ്, മീമും റാ ഇടും. സിന്ധുക്കൾ എഴുതുന്ന സ്വാദും ബാ എഴുതുന്നത് അങ്ങനെയൊക്കെ എഴുതും. അപ്പൊ വക്കാനു ഷിയഅൻ. അപ്പൊ ഷിയഅൻ എങ്ങനെ നെസ്ബ് വന്നു? കാനയുടെ എന്ത് ഖബറാണ്. കാനു അതിനകത്തുള്ള ലമീറാണ് അതിന്റെ ഇസ്മ. കാനു അവരായിത്തീർന്നു, ഞാൻ കക്ഷികൾ. അപ്പൊ ദീനിനെ മുറിക്കുകയും പല കക്ഷികളാവുകയും ചെയ്തവരുണ്ടല്ലോ. ലസ്ത മിൻഹും, നീ അവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ഫീ ഷൈഇൻ, ഒരു കാര്യത്തിലും നീ അവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതേ സംഭവം ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ടോ ഇല്ലേ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദീനിനെ പല ഭാഗങ്ങളായി തിരിച്ചവർ. ഓക്കെ, ദീന് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇത് അടങ്ങുന്ന ഒരു ദീനുണ്ട്. ദീനിന്റെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ദീനുണ്ട്. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വേറൊരു ദീനുണ്ടാവും. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന വേറെ ദീനുണ്ടാവും. കച്ചവടം, കൊള്ളക്കൊടുക്കുകൾ, പരസ്പര ഇടപാടൊക്കെ കൈകാര്യം ചെയ്യുന്ന വേറെ ദീനുണ്ടാവും. ഇതെല്ലാം ഒരു കുടക്കീഴിൽ വന്നെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? യഥാർത്ഥത്തിൽ തൗഹീദാവുകയുള്ളൂ. തൗഹീദ് എന്ന് പറയുമ്പോൾ ആരാധനാകാര്യങ്ങൾ മാത്രം യൂണിഫൈ ചെയ്യുന്നതല്ല തൗഹീദ്. മറിച്ച് എന്താണ്? എല്ലാ കാര്യങ്ങളും. ഖുർആൻ ആദ്യം തൊട്ട് നമ്മള് അമ്മ ജുസും ബക്കറ മുതല് ഇങ്ങോട്ട് അന്നാം വരെയും വായിച്ചപ്പോഴത്തേക്ക് നമ്മൾ ദീനിന്റെ ജീവിതത്തിന്റെ എന്തെല്ലാം ഭാഗങ്ങൾ ഖുർആൻ കൈകാര്യം ചെയ്തു അല്ലേ? ആലോചിച്ച് നോക്കി. വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവും സാംസ്കാരികവുമായ എന്തെല്ലാം കാര്യങ്ങൾ, ധാർമ്മികവും സദാചാരവും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒറ്റ ദീനാണ്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദിനെ ആരാധനാപരമായ കാര്യങ്ങളെ മാത്രം ഏകീകരിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മള് ഷഹീദിന് മരിക്കുന്നവനെന്ന് പറയും, വീരമൃത്യു വരിച്ചവനെന്ന് പറയുന്നത് പോലെ
അപ്പം യുദ്ധകളത്തിലേക്ക് അപ്പം ഇറങ്ങിച്ചെന്ന് ശത്രുവിനോട് ഏറ്റുമുട്ടിയിട്ട് മരണം വരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ആ ഉൾക്കൊണ്ട ആശയം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട കാര്യമാണ്. അപ്പൊ ആരാധനാ കാര്യങ്ങളൊക്കെ യൂണിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ദീനുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് ദീൻ, ഒരൊറ്റ ദീൻ. ഇത് നമ്മൾ ഈ കാലാകാലം ചിന്തിച്ചാൽ ഇതിന്റെ ആശയം നമ്മൾ പറഞ്ഞു തീരില്ല. ഏത് നല്ലതിനെ ഫർവക്കൂദീനഹും കാനുഷ്യാൻഹും. ഇത് ഈ കാര്യമാണ് അവർ അന്ന് പറഞ്ഞിരുന്നത്. അവര് ഖുർആൻ അന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അത്ര പ്രസക്തമായിരുന്നില്ല. അതിനും ശേഷമാണ് ജൂതായുസവും അല്ലെങ്കിൽ യഹൂദിസവും പിന്നെ ക്രൈസ്തവ മതവും ഒക്കെ എന്ത് ചെയ്തത്, ദീനിനെ തികച്ചും വേർപെടുത്തിയത്. അവരാണ് എന്ത് പറഞ്ഞത്, സീസർക്കുള്ളത് സീസർക്കും, പിന്നെന്താ പറഞ്ഞു, രാജാവിനുള്ളത് രാജാവിനും, അതേപോലെ മതത്തിലുള്ളത് മതത്തിലെന്ന് പറഞ്ഞത് ആന്റണി സ്പീച്ചിലുള്ള എന്താ പറഞ്ഞത് ഓർമ്മയില്ല. സംഭവം അതാണ്. അപ്പം മതത്തിലുള്ളത് മതത്തിനും, സീസർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്, ചക്രവർത്തിക്കുള്ളത് ചക്രവർത്തിക്കും, അതേപോലെ പിന്നെ പുരോഹിതനുള്ളത് പുരോഹിതനും, ചർച്ചിനുള്ളത് ചർച്ചിനും, സീസർക്കുള്ളത് സീസർക്കും. വേറൊരു വാക്കുണ്ടത് മറന്നുവരാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നേരാ ക്രൈസ്തവ മതമാണ്. ആ മതത്തെ കണ്ടിട്ടാണ് നമ്മളെ കാൾ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അപ്പൊ അവിടെയാണ് പ്രശ്നം. ജീവിത സംബന്ധിയായ ദീൻ, അതാണ് ദീൻ. അതുകൊണ്ടാണ് പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. നിങ്ങൾ അൽമാഇദ, ഞാൻ അൽമാഇദ ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അൽ ബഖറ ഒന്നുകൂടെ വായിച്ചു നോക്കുക. അൽ ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദയൊക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കണം. ദീൻ ജീവിതത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ വികസിച്ച്, ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് വികസിച്ച് നിൽക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാം വായിക്കുമ്പോഴാണ് ഈ ആയത്ത് ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ടാണ് വരുന്നത്. സൂറത്തിന്റെ തന്നെ കൺക്ലൂഷൻ ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് പാരഗ്രാഫാണ്, കൺക്ലൂഷൻ പാരഗ്രാഫാണ്. അതിൽ പറഞ്ഞു തീർക്കുകയാണ്. അങ്ങനെ ദീനിനെ മുറിച്ചവരുണ്ടല്ലോ, ലാസ്തമിൻഹും. ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വ്യാഖ്യാനം നോക്കിയാൽ ജൂതന്മാരെയും ക്രിസ്ത്യാനെയും കുറിച്ചാണ് പറയുന്നത്. ലാസ്തമിൻഹും അയ്യുഹൽ നബിയ്യു മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദാകുന്ന അന്ത്യപ്രവാചക, താങ്കൾ അവരിൽപ്പെട്ടവനല്ല. ഫീ ഷൈഇൻ, ഒരു കാര്യത്തിലും. നമ്മ അമ്രഹും ഇലല്ലാ, അവരുടെ കാര്യം അല്ലാഹ് നോക്കിക്കോളും. അവരെ പക്ഷികളാക്കിയവരെ, വ്യത്യസ്ത ഭാഗങ്ങളാക്കിയവരെ. ഇന്നമ അമ്രഹും ഇലല്ലാ, അവരുടെ കാര്യം അള്ളാന്റെ അടുക്കലാണ് മാത്രമാണ്. സുമ്മ യുനബ്ബിഉഹും, പിന്നീട് അവൻ അവരോട് പറഞ്ഞു കൊടുക്കും. ലല്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ യുനബ്ബിഉയിലെ സർവനാമമാണ് അതിലെ കർത്താവ്. ആ സർവനാമം തൊട്ട് മുമ്പുള്ള നാമത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിലേക്ക് മടങ്ങുമെന്നാണ് അതിന്റെ മർജ എന്നൊക്കെയാണ് ഗ്രാമറിൽ പറയുന്നത് കേട്ടാ. ലമീർ വന്നാൽ ലമീറിന് മർജ ഉണ്ടാകണം. സുമ്മ യുനബ്ബിഉഹും എന്നതിലെ ഹുവയാണ് അതിന്റെ ഫാഇല് തൊട്ട് മുമ്പുള്ള നാമത്തിലേക്ക്, ഏറ്റവും അടുത്ത നാമത്തിലേക്കാണ് അത് മടങ്ങുന്നത്. അപ്പൊ ഏറ്റവും അടുത്ത നാമം അള്ളാഹ് എന്ന ലഫ്ളുൽ ജലാലത്താണ്. അപ്പൊ അള്ളാഹ് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഹും മഫ്ഊൽ ബിഹിയാണ്. ബിമാ കാനൂ യഫ്അലൂൻ, അവരെന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അവർക്ക് പറഞ്ഞു കൊടുക്കും. മൻ ജാഅ ബിൽ ഹസനതി, അപ്പൊ ഇവിടെ ഷൈഇ എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാ വഖഫ് ചെയ്യുന്നത്? എന്താണ് നിയമം അവിടെ? ലസ്ത മിൻഹും ഫീ ഷൈഇൻ എന്ന് പറഞ്ഞില്ലേ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്താണ് നിയമം? നജീബ്, നിർത്തണം. അവിടെ ചേർത്ത് ഓതിയാൽ എന്ത് നിയമം, നിർത്തിയാൽ എന്ത് നിയമം?
നിർത്തുമ്പോ ഫീഷൈ എന്താ നിയമം പറയും. ഓതി കേൾപ്പിച്ച നിയമം പറയുന്നില്ല. നിർത്തിയില്ലെങ്കിൽ وَكَانُوا شِيَعًا لَّسْتَ مِنْهُمْ فِي شَيْءٍ إِنَّمَا أَمْرُهُمْ إِلَى اللَّهِ ثُمَّ يُنَبِّئُهُم بِمَا كَانُوا يَفْعَلُونَ. കേട്ടതാണ്. അപ്പൊ അവിടെ എന്തില്ല? അവിടെ മദ്ദില്ല. നിർത്തുമ്പോൾ എന്ത് വരും? ഹൗഫിന്റെ നിയമമാണ് വരുന്നത്. ഹൗഫ്. അപ്പോ വാവിന് സുക്കൂനും പിന്നീട് ഫായിൽ നിർത്തുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? 2, 4, 6 എന്നതാണ് ഓപ്ഷൻ. 2 ഹർക്കത്ത്, 4 ഹർക്കത്ത്, 6 ഹർക്കത്ത് എന്നതാണ് അവിടെ ഓപ്ഷൻ ഉള്ളത്. 2 നിർത്താം, 4 നിർത്താം, 6 നിർത്താം. പക്ഷെ ഇവിടെ വരുമ്പോ എന്താ സംഭവിക്കുക? ഈ ഷെയ്ഇൻ എന്ന് പറയുന്നിടത്ത് ഹൗഫിന്റെ നിയമം വരുമ്പോൾ അവിടെ 2, 4, 6 എന്നുള്ള മദ് വരും. മദ് വരുമ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ എന്ത് ചെയ്യണം? 5 ഹർക്കത്ത് ചുരുങ്ങിയ നീട്ടണം. മദ്ദിന് ശേഷം ഹർഫ് മദ്ദിന് ശേഷം ഹംസ വന്നാൽ ചുരുങ്ങിയത് എന്ത് ചെയ്യണം? 5 ഹർക്കത്ത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അത് മുത്തസിൽ. ഇവിടെ മുത്തസിലാണ്. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് രണ്ട് കൂടാത്ത ഹർഫ് മദ് കലിമത്തിൻ ഊല, ഒരു ഈ കലിമത്തിൽ അതിന് മുമ്പുള്ള കലിമത്തിലാണ്. പിന്നെ അതിന്റെ കാരണം അല്ല, പിന്നെ ഹർഫ് മദ് തൊട്ട് മുമ്പുള്ള പദത്തിലും ഹംസ് അല്ലെങ്കിൽ ഷദ് ശേഷമുള്ളത് ഹംസ് അല്ല, ഹംസിനെ കുറിച്ചാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഹംസ് ശേഷമുള്ള പദത്തിലും വരിക. ഇവിടെ മുൻഫസിലാണോ? ഹർഫ് മദ് എവിടെയുള്ളത്? ഫീയിലാണോ ഹർഫ് മദ് ഉള്ളത്? ഷൈയിലാണ് കേട്ടോ. ഇന്നമായും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ. നിർത്തുമ്പോഴും ചേർത്ത് ഓതുമ്പോ മദ്ദേ ഇല്ല. അപ്പൊ നിങ്ങളെല്ലാവരും പുതിയൊരു തജ്വീദ് ക്ലാസ് ചേരണം കേട്ടോ. നമ്മള് ആശയം പഠിച്ചു പഠിച്ച അവസാനം തജ്വീദ് ഇല്ലാതെ വരുന്നത്, തജ്വീദ് കുളമാകരുത്. ഫീ ഷൈഇൻ എന്ന് പറഞ്ഞിടത്ത് ചേർത്തോതുമ്പോൾ അവിടെ എന്തില്ല? അവിടെ ദീർഘത്തിന്റെ വിഷയം വരുന്നില്ല. നിർത്തുമ്പോൾ നിർത്തുന്ന അക്ഷരത്തിന് ഒരക്ഷരത്തിൽ നിർത്തുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് പിന്നെ വാവോ യാവോ ആയിരിക്കും, അതിന് സാക്കിനത്തായിരിക്കും. വാവു യാവോ സാക്കിനത്താവുകയും ചെയ്താൽ എന്തായി? അവിടെ ദീർഘം വരും. ഇവിടെ ദീർഘത്തിന്റെ കാരണം മറ്റേ ഹൗഫ് വരുമ്പോഴത്തേക്ക് എന്താണ്? ഹംസ അല്ല അവിടെ സാധാരണ ഒരു സംഭവമാണ് ഹർഫ് മദ്. പിന്നെ വാവോ യാനോ സുക്കൂൻ വരുമ്പോഴത്തേക്ക് ശേഷം ഉള്ള അക്ഷരം നിർത്തുക എന്ന കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നീട്ടുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ നിർത്തുന്ന അക്ഷരം ഹംസാണ്. അപ്പൊ എന്ത് ചെയ്യണം? 5 അല്ലെങ്കിൽ 6 ഹർക്കത്ത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. 2, 4 ഓപ്ഷൻ ഇല്ല കേട്ടോ. ലസ്ത മിൻഹും ഫീ ഷൈ. 5 അല്ലെങ്കിൽ 6 ഹർക്കത്ത് അവിടെ നീട്ടണം. ഓക്കെ. ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ. ആരെങ്കിലും നന്മ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലഹു അശ്റു അംസാലിഹാ, അവന് ചുരുങ്ങിയത് 10 ടൈംസ് പ്രതിഫലം കിട്ടും. നമ്മൾ പറയുന്ന 10% അല്ല കേട്ടോ. 10% എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ഇൻട്രസ്റ്റും അതേപോലെ ബെനിഫിറ്റും പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ ശതമാനമാണ് കണക്കാക്കുന്നത്. 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 10% ലാഭത്തിന് വിറ്റാൽ എത്ര രൂപയ്ക്ക് വിൽക്കും? 110 രൂപയാണോ? 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം 10% ലാഭത്തിന് വിറ്റാൽ 11 രൂപയ്ക്കാണ്. ആൾക്കാർ സാധനം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ശതമാനം കണക്കാക്കി നോക്കാം. അവർ 10 രൂപയ്ക്ക് വാങ്ങിയ സാധനം ചിലപ്പം 15 രൂപയ്ക്കായി വിൽക്കുന്നത്. അപ്പൊ എത്ര ശതമാനം ലാഭമാണെന്ന് നോക്കിക്കോളാം. ഒക്കെ കൊള്ള ലാഭമാണ്. അപ്പൊ എങ്ങനെ വന്നാലും ആ ശതമാനത്തിന്റെ കണക്കല്ല അള്ളാന്റെ അടുക്കലുള്ള
അള്ളാഹ് പറയുന്ന കണക്കിന്റെ പ്രതിഫലത്തിന്റെ കണക്കൊന്നും ശതമാനമല്ല, മറിച്ചെന്താണ്? ടൈംസ് ആണ്, ഇരട്ടിയാണ്. ഫലഹു അശ്റു അംസാലിഹ മിഥില, അതിനെ പോലെയുള്ള 10 ഉണ്ട്. 10 പ്രാവശ്യം ചെയ്ത പ്രതിഫലമാണ് കിട്ടുക. ഒമൻ ജാഅ ബിൽ സയ്യിഅതി, തിന്മ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, അതിന്റെ ശിക്ഷ തത്തുല്യമായത് മാത്രമാണ്. ഫലാ യുജ്സ, എന്താ അർത്ഥം? യുജ്സ പ്രതിഫലം നൽക, നൽകപ്പെടുന്നു എന്ന്. ലാ യുജ്സ നൽകപ്പെടുകയില്ല. അപ്പൊ മഞ്ഞിലേക്കാണ് അത് മടങ്ങുന്നത് കേട്ടോ. അതിനകത്തുള്ള ഹുവ മഞ്ഞിലേക്കാണ് മടങ്ങുന്നത്. മൻ ജാഅ, അപ്പം അതിനൊരു ഹുവയുണ്ട്, അതും മഞ്ഞിലേക്ക് മടങ്ങും. അവൻ കൊണ്ടുവന്നു, ബിസ്സയ്യാത്തി, അവൻ തിന്മ കൊണ്ടുവന്നു, അല്ലെങ്കിൽ തിന്മ കൊണ്ടുവന്നു. ഫലാ യുജ്സ, അവൻ പ്രതിഫലമായി നൽകപ്പെടുകയില്ല, അവന് പ്രതിഫലം ലഭിക്കുകയില്ല. ഇല്ല മിസ്ലഹ, തത്തുല്യമായതല്ല. ഇതാ നമ്മൾ പറയാ സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ കാരുണ്യം എത്രമാത്രമാണ്. അള്ളാഹ് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല, മറിച്ച് എന്താണ്? പ്രതിഫലമായി നൽകുന്നതിന് കാത്തിരിക്കുന്നവനാണ്. ഒരാൾ ചെയ്താൽ അവന് വാരിക്കോരി കൊടുക്കുകയാണ്. ഈ പറഞ്ഞത് 10 എന്നുള്ളത് മിനിമം ആണ് കേട്ടോ. 10 ടൈംസ് എന്ന് പറയുന്നത് മിനിമം ആണ്. പിന്നീട് ഇലാ അദാഫിൻ കസീറ എന്നാണ്, അല്ലേ? സൂറത്ത് ബഖറയിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെന്താ പറഞ്ഞത്? വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു വാസിഉൻ അലീം എന്നാണ് പറഞ്ഞത്. ബിഗൈരി ഹിസാബ്, വിതൗട്ട് എനി കാൽക്കുലേഷൻ, ഒരു കൗണ്ടും, അൺലിമിറ്റഡ്. എന്തായാലും അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും ബിഗൈരി ഹിസാബ്, അള്ളാഹ് ഒരു കണക്കുമില്ലാതെ കൊടുക്കുന്നതാണ്. അപ്പൊ അവിടെ 10 എന്നത് ഏറ്റവും കുറഞ്ഞതാണ്. പിന്നീട് കണക്ക് പറയുന്നത് 700 അതും കഴിഞ്ഞു വന്നാല് പിന്നീട് ഇത് അദാഫിൻ കസീറ എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. പല ഇരട്ടി, അനവധി ഇരട്ടി എന്ന്. അവർ ഒരു അണുകിട അക്രമം ചെയ്യപ്പെടുകയില്ല. അവർ അക്രമം ചെയ്യപ്പെടുകയില്ല. ഇവിടെ മൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ഏകവചനമാണ് പറഞ്ഞത്. അവസാനം ലാ യുദ്ലമൂൻ എന്ന് ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പിന്നീട് വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ പറയുന്നതാണ്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. ചില സമയത്ത് മന്നും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ ഏകവചനവും പറയും, ബഹുവചനവും പറയും. ജാ എന്ന് പറയുന്നതൊക്കെ ജാ ഏകവചനം, ലഹു എന്ന് ഹുവയാണ് ഉപയോഗിച്ചത്. ലഹു എന്നത് ഏകവചനം. പിന്നെ ഒമൻ ജാ അവിടെയും ഏകവചനം. ഫലാ യുജ്സ അവിടെയും ഏകവചനം. പിന്നീട് വന്ന് വഹും, അങ്ങനെയുള്ളവർ ലാ യുദ്ലമൂൻ, അക്രമം ചെയ്യപ്പെടുകയില്ല. അവിടെ ബഹുവചനം. ഖുൽ ഇന്നനി ഹദാനി, അപ്പൊ ഇന്നീ പറയുന്നതിനേക്കാളും ഒരു നൂന് അധികമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നി എന്ന് പറയാം, ഇന്നനി എന്നും പറയാം. അപ്പൊ എന്താണ് അവിടെ കൂടുതൽ എന്തുണ്ട്? എംഫസൈസിങ് കൊണ്ട്. ഇന്നനി, ഞാൻ. നമ്മൾ നീട്ടി പറയുകയോ സ്ട്രെസ് ചെയ്ത് പറയുകയോ അച്ഛൻ കടുപ്പിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തുണ്ടാവും? എംഫസൈസിങ് ഉണ്ടാവും. അപ്പോ അറബി ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഒരക്ഷരം കൂടിയാൽ അതിന് ഒരേ അർത്ഥത്തിലുള്ള പദമാണ്, ഒരക്ഷരം കൂടിയ പദമാണ് ഉപയോഗിച്ചതെങ്കിൽ അതിൽ ഒരേ അർത്ഥത്തിലുള്ള 2 പദമുണ്ട്, അതിൽ അക്ഷരം കൂടിയ പദമാണ് ഉപയോഗിച്ചെങ്കിൽ അതിന് സ്ട്രെങ്തും എംഫസൈസിങ്ങും കൂടും. ഇന്നനി, ഞാൻ. ഹദാനി, പിന്നീടും പറഞ്ഞു. ഹദാനി റബ്ബി എന്ന് പറഞ്ഞാൽ ആശയം വരും. എന്നെ അള്ളാഹ് മാർഗദർശനത്തിലാക്കിയിരിക്കുന്നു, എനിക്ക് അള്ളാഹ് വഴി കാണിച്ചു തന്നിരിക്കുന്നു എന്ന് വരും. പിന്നെ
ഇന്ന ഉപയോഗിച്ചു, പിന്നീട് അതിന്റെ കൂടെ ഇന്ന നീ ഉപയോഗിച്ചു, പിന്നെ ഹദാനി, എനിക്ക് അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു, നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു. അതാനി, അതാനി, ആര് നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു? റബ്ബി, എന്റെ ക്രിയേറ്റർ. അവിടെ റബ്ബിനാണ് ഫോക്കസ്, ഇലാഹിനല്ല ഫോക്കസ് അവിടെ. ഹദാനി അള്ളാഹു എന്ന് പറയുന്നതിനേക്കാളും സ്ട്രോങ് ആണ് റബ്ബി, എന്നെ ആര് വഴി കാണിച്ചിരിക്കുന്നു? എന്റെ സൃഷ്ടാവ്. എന്റെ സൃഷ്ടാവ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മാർഗത്തിലേക്ക്. ദീനൻ, അതായത് ഒരു ദീനിലേക്ക്. അപ്പൊ സിറാത്തിൻ മുസ്തഖീമിൻ എന്ന് പറഞ്ഞിട്ട് ദീനൻ, ഒരു ദീനിലേക്ക്. അതിന്റെ ബദലാ ഇലാ സിറാത്തിൻ മുസ്തഖീമിൻ എന്ന് പറഞ്ഞിട്ട് അത് ഏതാണ്? ദീനൻ, അതായത് ഒരു ദീനിലേക്ക് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയുള്ള ദീനാണ്? ഖിയമൻ, നേരായിട്ടുള്ളത്. പിന്നെ പറഞ്ഞു മില്ലത്ത ഇബ്രാഹിമ, അതായത് മില്ലത്ത ഇബ്രാഹിം, അഥവാ ഇബ്രാഹിമിന്റെ മില്ലത്ത്. നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, വിശ്വസിക്കുന്ന, ആദരിക്കുന്ന വല്യപ്പ ഉണ്ടല്ലോ, ആ വല്യപ്പയായ ഇബ്രാഹിമിന്റെ ദീന്. പിന്നെ പറയാണ് ഖിയമ് പറഞ്ഞിട്ട് അതിന്റെ മറ്റൊരു രൂപമാണ് ഹനീഫ്. അതെന്താണ്? നേരായതാണ്, മാനസമായതാണ്. അത് ഹനീഫ് എന്ന് പറയുന്നത് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രയോഗമായിരുന്നു. ചൊവ്വായ ദീനിനെ പറയുന്ന ഖുറൈശികളിലുള്ള, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള അവരുടെ ആ സമൂഹത്തിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു. അത് അവരിൽ തന്നെ ഷിർക്കില്ലാത്ത, അള്ളാഹ് അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരുപയോഗിച്ചിരുന്ന പ്രയോഗമാണ് ഹനീഫ്, ഋജുമാനസമായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചൈതന്യത്തിലുള്ള. ഇപ്പം ക്രൈസ്തവരും യഹൂദരും ഒക്കെ അവരിൽ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, തൗഹീദിൽ വിശ്വസിക്കുന്നവരുണ്ട്. അഥവാ യേശു ദൈവപുത്രനാണ് എന്ന് അല്ല, മറിച്ച് എന്താണ്, യേശു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നതുപോലെ അവരിലും എന്തുണ്ടായിരുന്നു? അള്ളാഹിന്റെ ഏകത്വത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പറഞ്ഞത് എന്താണ്? ഹനീഫ്, ദീനുൽ ഹനീഫ്, അദ്ദീനുൽ ഹനീഫ് എന്നാണ്. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞ ദീനുൽ ഹനീഫിലേക്കാണ് എന്നെ വഴി കാണിച്ചിരിക്കുന്നത്. ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ, ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നു. അപ്പോൾ പറയൂ, ഇന്ന സ്വലാത്തി, ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഇത് അവരോട് പറയുക, ഇത് നിങ്ങൾക്ക് പറയാൻ കഴിയണം. എന്താണ്? ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസുക്കി, എന്റെ ബലികർമ്മങ്ങളും മറ്റ് ആരാധനകളും, വമഹ്യായ, നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ്സിലാണ് ഞാൻ പറയാം, ഞാൻ ക്ലാസ്സിലാണ് ഭായി, ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഇത് പറയാൻ കഴിയണം. ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും, വനുസുക്കി, മറ്റ് ആരാധനകളും, ത്യാഗവും ബലികർമ്മവും എല്ലാം, വമഹ്യായ, ജീവിതവും. നേരത്തെ പറഞ്ഞു ഇന്നല്ലദീന ഫർറഖൂ ദീനഹും എന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന, അതിലേക്ക് സൂചകമുണ്ട്. ഇത് ദീനിനെ വ്യത്യസ്ത മാർഗങ്ങൾ, വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല നീ എന്ന് പറഞ്ഞല്ലോ. ഇത് അവരോട് പറയാൻ പറയും. മഹ്യായ, എന്റെ ജീവിതവും, മമാത്തി, ഞാൻ മരിക്കുന്നത്. മമാത്ത്, മൗത്തിന് തുല്യമായിട്ടാണ് മമാത്ത് ഉപയോഗിക്കുന്നത്. ലില്ലാ, അള്ളാഹ്ക്കുള്ളതാണ്. ഏതള്ളയാണ്? റബ്ബില്ലാണ്. ലോകങ്ങളുടെ മുഴുവൻ റബ്ബ് ആരാണോ ആ റബ്ബിനുള്ളതാണ്, ആ റബ്ബായ അള്ളാഹ്ക്കുള്ളതാണ് എന്റെ ജീവിതവും മരണവും ആരാധനയും എല്ലാ തരത്തിലുള്ള ത്യാഗങ്ങളും ആരാധനകളും എല്ലാം അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ പിന്നെ അവിടെ
മഹ്യായി കഴിഞ്ഞാൽ മഹ്യായ പിന്നെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും വന്നു. പിന്നെ അത് മരിക്കുകയാണെങ്കിൽ അതും വന്നു. ഇതൊന്നും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒന്നും പറയാനില്ല. ലാ ശരീക ലഹു, അവന് ഒരു കൂട്ടാളിയുമില്ല. നേരത്തെ പറഞ്ഞ കാര്യത്തിലൊന്നും, എന്റെ സലാത്ത് കൊടുക്കുന്നതിനാണെങ്കിലും എന്റെ നുസുക്ക് കൊടുക്കുന്നതിനാണെങ്കിലും എന്റെ മഹിയ കൊടുക്കുന്നതിനാണെങ്കിലും എന്റെ മമാത്ത് അല്ലെങ്കിൽ മൗത്ത് കൊടുക്കുന്ന എന്റെ ഹയാത്ത് കൊടുക്കുന്നതിനാണെങ്കിലും മൗത്ത് കൊടുക്കുന്നതിനാണെങ്കിലും ഒന്നിലും അവന് പങ്കുകാരില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വർഗത്തെ കൊടുക്കുന്നതിന് ഒന്നിലും ഇവിടെ വർഗത്തെ നിഷേധിക്കുന്ന ആ ലാമാണ്. വർഗത്തെ നിഷേധിക്കുന്ന ലായാണ്. അതിലൊന്നിലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ണറും ഇല്ല, ഒരു സഹകാരിയും, ഒരു ഇനത്തിൽപ്പെട്ട ഒരു സഹകാരിയും ഇല്ല. ഒബിദാലിക ഉമിർത്തു, അതാണ് ഉമിർത്തു എന്ന് പറയുന്നത്. എന്താണ്? ഞാൻ കൽപ്പിക്കപ്പെട്ടു, അതായത് എന്നോട് റബ്ബ് കൽപ്പിച്ചിരിക്കുന്ന ആളാണ്. അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, നമ്മള് വജ്ജത്തിൽ പറയുന്നത് വഅന മിനൽ മുസ്ലിമീൻ എന്ന്. അപ്പോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇത് പറയാൻ പറഞ്ഞു. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ കീഴ്പ്പെടുന്നവരിൽ, അനുസരിക്കുന്നവർ, സമർപ്പിക്കുന്നവരിൽ ഫസ്റ്റ് വൺ, അത് ഏറ്റവും പ്രഥമനാണ് എന്ന് പറയാൻ പറഞ്ഞു. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, പിന്നെ ചോദിക്കുകയാണ് അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ. അപ്പൊ ഗൈറിന് എങ്ങനെയാണ് ഇവിടെ നസ്ബ് വന്നത്? അബ്ഗി ഗൈറല്ലാഹി എന്നാണ് കേട്ടോ. ആഗ്രഹിക്കും. അബ്ഗി ഞാൻ ആഗ്രഹിക്കുന്നു, ഗൈറ അല്ലാഹി. അപ്പം ഗൈർ എന്താണ്? മഫ്ഊലുൻ ബിഹിയാണ്. അത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് മുമ്പേ കൊണ്ടുവന്നത്. മഫ്ഊലുൻ ബിഹി ഹംസ കൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ആ ചേർത്ത് ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും, ചോദ്യം ചോദിക്കുമ്പം ആ പദം മുമ്പേ കൊണ്ടുവരണം. എന്താണ് ചോദിക്കുന്നത്? ഗൈറല്ലാഹി, അല്ലാഹ് അല്ലാത്തവരെയാണോ അബ്ഗി ഞാൻ ആഗ്രഹിക്കേണ്ടത്, കാംക്ഷിക്കേണ്ടത്, തേടേണ്ടത്? റബ്ബൻ, റബ്ബായി. ഹുവ റബ്ബ് കുല്ലി ഷൈഇൻ, അവനാണ് എല്ലാത്തിന്റെയും റബ്ബ്. പിന്നെ എങ്ങനെ അല്ലാഹ് അല്ലാത്ത റബ്ബിനെ ഞാൻ തേടണം? വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹ, വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹ. ഏത് നഫ്സ് തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹ എന്നാ. ലാ തക്സിബു കുല്ലു നഫ്സിൻ, ഒരാത്മാവും ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇല്ല അലൈഹ, അതിന്റെ മേൽ എന്തായിട്ടല്ലാതെ. അല എന്ന് പറഞ്ഞ എന്താണ്? ബാധ്യത. അലൈഹ ഇല്ല അലൈഹ, അതിന്റെ മേൽ ബാധ്യതയായിട്ടില്ല. അപ്പൊ ഓരോ ആത്മാവും എന്ത് പ്രവർത്തിക്കുന്നുവോ അത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്വമാണ്. കുല്ലു നഫ്സിൻ ഇല്ല അലൈഹ, ഒരാത്മാവും അതിന്റെ മേൽ ബാധ്യതയായിട്ടല്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇത് ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ولا تزر وازرة وزر أخرى, ولا تزر وازرة, لا تزر. വഹിക്കുകയില്ല, ആ പേറുകയില്ല. അതെ. ഇതെല്ലാം സൂറത്ത് ഇസ്രായേലിലുണ്ട്. വസറ യസിറു, വസറ യസിറു എന്നുള്ളത് വസിറ യസറു പോലുള്ള ഒരു വാക്കാണ്.
വസീറ യദറുവില് എന്തില്ല, മാളി പ്രയോഗത്തിലില്ല. അതേപോലെ തന്നെയാണ് വസറ യസീറുവിലും മാളി എന്തില്ല, പ്രയോഗത്തിലില്ല. അതിന്റെ മറ്റു രൂപങ്ങൾ മാത്രമേ പ്രയോഗത്തിലുള്ളൂ. വലാ തസിറു വാസിറത്തുൻ, ഭാരം വഹിക്കുന്ന ഒരാളും ഭാരം വഹിക്കുകയില്ല. വിസിറ ഉഖ്റ, മറ്റൊരാളുടെ ഭാരം. വിസിറുൻ ഭാരം, ഉഖ്റ മറ്റൊരാളുടെ. വാസിറത്തെന്ന് സ്ത്രീലിംഗമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഉഖ്റ എന്ന് സ്ത്രീലിംഗമായിട്ട് പറഞ്ഞത്. വാസിറത്ത് എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ നഫ്സ് മുമ്പ് വന്നതുകൊണ്ടാണ്. ലാ തക്സിബു കുല്ലു നഫ്സിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് വാസിറത്തിൻ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. ലാ തസിറു വാസിറത്തിൻ, ഭാരം ചുമക്കുന്ന ഒരാത്മാവും ഭാരം ചുമക്കുകയില്ല. വിസിറ ഉഖ്റ, മറ്റൊരാളുടെ ഭാരം. ഉമ്മയില റബ്ബിക്കും മറിയഴക്കും എന്ന് തന്നെയല്ല, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കിലെ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഫയുനബ്ബിഉക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നബ്ബഅ യുനബ്ബിഉ ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊരു കാര്യത്തിലാണോ ഭിന്നാഭിപ്രായക്കാരായിരുന്നത്, നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരായിരുന്ന കാര്യം അതിനെക്കുറിച്ച് അവൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നബ്ബഅ പറഞ്ഞു. ഇപ്പൊ തർക്കിച്ചുകൊണ്ടിരിക്കും, ഇതെല്ലാം ദീനിൽപ്പെട്ടതാണോ, ഇതെല്ലാം അള്ളാഹ്ക്ക് സമർപ്പിക്കേണ്ടതാണോ? ആ കാര്യങ്ങളൊക്കെ റബ്ബ് നിങ്ങൾക്ക് പറഞ്ഞു തരും. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദി, അവനാണ് നിങ്ങളെ എന്താക്കിയത്, ഖലായിഫൽ അർദി, ഭൂമിയുടെ പ്രതിനിധിയാക്കിയത്. പ്രതിനിധികളാക്കിയത്. ഖലായിഫ് എന്താണ്, അതിന്റെ ഏകവചനം എന്താണ്? ഖലീഫ. ഖലീഫത്തൻ, ഖലീഫത്താക്കിയത്. നീ ജാലിം ഫിൽ അർദി ഖലീഫത്തൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഖലീഫ ആക്കിയത്, പ്രതിനിധിയാക്കിയത് അവനാണ്. അത് ജാലക്കും ഖലായിഫൽ അർദി വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ, നിങ്ങൾ ചിലർക്ക് മീതെ എന്ത് ചെയ്തു, ഉയർത്തുകയും ചെയ്തു. ചിലർക്ക് എന്താണ് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, ചിലർക്ക് മീതെ. ദറജാത്തിൻ, പദവികൾ, ഗ്രേഡുകൾ, പല ഗ്രേഡുകൾ ഉയർത്തിയിട്ടുണ്ട്. ദറജ ഗ്രേഡ്, പദവി, ഡിഗ്രി. പിന്നെ ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ദറജ മിഅവിയ, മിഅത്തിൻ 100. സെൽഷ്യസ് എന്താ, 100 അപേക്ഷിച്ച് ഉള്ളതാണ് സെൽഷ്യസ്. അതുകൊണ്ടാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് ചിലരെക്കാൾ ചിലർക്ക് പല പദവികൾ ഉയർത്തി നൽകിയിട്ടുണ്ട്. എന്തിനാണ്? യബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുന്നത്. ഏത് കാര്യത്തിൽ? ബിമാ ആതാക്കും, അവൻ നിങ്ങൾക്ക് നൽകിയതിൽ. അവൻ നിങ്ങൾക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവൻ പല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വായു, വെള്ളം, വെളിച്ചം, അങ്ങനെ ഭൗതികമായ പല കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചുറ്റുപാടും ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെയും ഭൗതികമായ പലതും നൽകിയിട്ടുണ്ട്. അവയവങ്ങൾ, അതുപോലുള്ള ശരീരഘടന നൽകിയിട്ടുണ്ട്. അതിൽ തന്നെയും ശ്രേഷ്ഠതയുള്ള, പ്രത്യേകതയുള്ള അവയവങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ണ് മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോന്നും, ശരീരത്തിലെ ഓരോന്നും മറ്റൊന്നിനോട് തുലനം ചെയ്യാൻ പറ്റാത്തതാണ്. കൈ പോലെയല്ല കാല്, നാവ് പോലെയല്ല പല്ല്, പല്ല് പോലെയല്ല മറ്റവയവങ്ങൾ. ഓരോന്നും എടുത്തു നോക്കിയാൽ അതിൻ്റെതായ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഫിസിക്കലി ഉള്ള സംഗതികളാണ്. നാവ് കൊണ്ട് പറയുന്നതിനുള്ള ശേഷി നൽകിയിട്ടുണ്ട്.
അത് വേറൊരു കഴിവാണ്. അത് ചിന്തിച്ച് പറയാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട്. ശരീരത്തിലെ തന്നെ ചില ഭാഗങ്ങൾക്ക് അനവധി കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഹൃദയത്തിന് നൽകിയിട്ടുള്ള കഴിവ്, കരളിന് നൽകിയിട്ടുള്ള കഴിവ്, എല്ലാത്തിനെയും ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ പ്രത്യേക അറകളിൽ സൂക്ഷിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരുപാട് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കും. സ്രവങ്ങൾ, 1000-ലധികം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ബോഡിയെ മുഴുവൻ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് നിർത്തും. അതിനാവശ്യമായ മരുന്നുകളൊക്കെ സമയാസമയങ്ങളിൽ ഒരു 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 തേൾ വന്ന് കുത്തിയാൽ ഉടനെ തന്നെ അവിടേക്ക് എന്ത് ചെയ്യും? മരുന്ന് അയച്ചു കൊടുക്കും. ഒരു മുറിവുണ്ടായാൽ ഉടനെ തന്നെ അവിടെ എന്ത് ചെയ്യും? ഒരു കാഷ്വാലിറ്റി സ്ഥാപിക്കും. രോഗം വന്നാൽ ഉടനെ തന്നെ ICUവിൽ പ്രവേശിപ്പിക്കും. അവിടെ കിടക്കാൻ പറയും, ടെസ്റ്റ് എടുക്കാൻ പറയും. ഇതെല്ലാം എന്താണ്? കരൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പിന്നെ ബ്രെയിനിൽ 100 ബില്യൺ സെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും ഹൺഡ്രഡ്സ് ഓഫ് ഓരോ സെല്ലിലും ഹൺഡ്രഡ്സ് ഓഫ് 100 കണക്കിന് ഡെൻഡ്രൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും. പിന്നെ സ്പർശിക്കാനുള്ള കഴിവുകൾ. അപ്പൊ ഇത് ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനബിൾ ആണ്. എല്ലാം എന്താണ്? ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ എബിലുവക്കും ഫീമ ആതാക്കും, എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നു. അതിനും പുറമെയാണ് നിങ്ങൾ സമ്പാദിക്കുന്ന സ്വത്തുക്കൾ, നിങ്ങളുടെ അറിവുകൾ, അല്ലെ? വിജ്ഞാനം ചോദ്യം ചെയ്യപ്പെടുന്നു. ഫീമ ഫഅല വഅൻ ഇൽമിഹി ഫീമ ഫഅല, അറിവ് എന്തിൽ വിനിയോഗിച്ചു എന്ന്. നിങ്ങളുടെ അറിവ് എന്തിൽ വിനിയോഗിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള അറിവുണ്ടായിരുന്നു, ആ അറിവ് എന്തിലൊക്കെ വിനിയോഗിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ഫിസിക്കൽ കപ്പാസിറ്റി എന്തിനൊക്കെ വിനിയോഗിച്ചു, ബൗദ്ധിക ശേഷി എന്തിനൊക്കെ ഉപയോഗിച്ചു, സാമ്പത്തിക ശേഷി എന്തിനൊക്കെ വിനിയോഗിച്ചു, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ലൻ തസൂല ഖദമിൻ ഹത്താ യുസ്അല എന്ന് പറഞ്ഞിട്ട് 3-4 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളൊന്നുമല്ല, ഇതെല്ലാം എന്താണ്? പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഫീമ ആതാക്കും ഇന്ന റബ്ബക സരീഉൽ ഇഖാബ്, വേഗം ഇഖാബ് നൽകുന്നവനാണ്. ശരീരം ഹിസാബ് എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പരിശോധിക്കുന്നവനാണ്, കണക്ക് നോക്കുന്നവനാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ശിക്ഷാ നടപടികൾ എടുക്കുന്നവനുമാണ്. ഇന്നഹു ലഗഫൂറുർ റഹീം, പുറത്തു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാം. മാലം യുഗർഗർ, അവിടെ ഗർഗർ ആകുന്നതിന് മുമ്പ്, സക്രാത്ത് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. അങ്ങനെ ഗഫൂറാണ്, റഹീമുമാണ്. ഗഫൂറാണ്, അതേപോലെ കാരുണ്യവാനും ആണ്. ഇതാണ് ഈ സൂറത്ത്. എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കും. പരീക്ഷ ബക്കറ ആലിമ്രാൻ പോലെയൊന്നും പരീക്ഷ നടത്തിയാൽ പോരാ. നമുക്ക് ചുരുങ്ങിയത് 2 പേപ്പറിലെ പരീക്ഷ നടത്തണം കേട്ടോ. ഒന്ന് വ്യാകരണവും അർത്ഥവും, ഒന്ന് വ്യാകരണവും. അതേപോലെ അർത്ഥവും വിശദീകരണവും, അതേപോലെ വ്യാകരണവും മറ്റ് ഘടനകളും. വാക്യഘടനയും വ്യാകരണവും വേറെ തന്നെ പരീക്ഷ നടത്തണം. അർത്ഥത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വിശദീകരണം കൂടെ കൊടുക്കാം. വിശദീകരണം എന്ന് പറയുമ്പോൾ പല സംഗതികളും അതിന്റെ സബ്സിഡിയറി ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കണക്റ്റഡ് ആയിട്ട് വേറെ ആയത്തുകളിലേക്ക്, വേറെ സൂറത്തുകളിലേക്ക് പോകും. നമ്മൾ പഠിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ എത്ര ദിവസത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് പോരെ ഇത്? ഇൻഷാ അല്ലാഹ്. അറബിക്ക് ഇതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ലല്ലോ. ഇത് നമ്മൾ വേറെ കണക്ഷനില്ല, പക്ഷെ സമയം വേണമല്ലോ രണ്ടും പഠിക്കാനായിട്ട്. അതിന്റെ അത് വേറെ ഇത് വേറെ. അതെ അതെ അത് ഫാക്കൽറ്റി വേറെ, ഇത് ഫാക്കൽറ്റി വേറെ. അതെ അതെ എന്നാലും
അത് ഫാക്കൽറ്റി ഓഫ് കുല്ലിയ ലോകവിദ്യ. ഇത് കുല്ലിയ തഫ്സീർ. അതെ. ആ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നൊരു എന്റെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ഒരു കുല്യത്തിൽ തന്നെ ഒന്നിലധികം വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം തുടർച്ചയായിട്ട് പരീക്ഷ വരുമല്ലോ. രാവിലെ ഒന്ന് പരീക്ഷ, ഉച്ചയ്ക്ക് വേറെ പരീക്ഷ നടത്തും. ഓക്കെ, ആലോചിച്ച് നോക്കിയിട്ട് ഇതിന് എത്ര ബ്രേക്ക് വേണം? ബ്രേക്കല്ല, ഇൻഷാല്ലാ ഏതായാലും അറബിക് പരീക്ഷ കഴിഞ്ഞിട്ട് ഇതാക്കാന്നുള്ള ഇതിലാണ് ഇൻഷാല്ലാ. സാർ ആരെങ്കിലും എത്ര 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 അവധി വേണം? റിവിഷൻ വേണം. അറബിക് റിവിഷൻ വേണമെന്നാണ് പറയുന്നത്. റിവിഷൻ ഇൻഷാല്ലാ. അതിൽ ഇപ്പോഴും റിവിഷൻ നടന്നിട്ട് പിന്നെ പരീക്ഷ ഇൻഷാല്ലാ പിന്നീട്. പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത സൂറത്ത്. അത് അതെ. പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത സുഹൃത്തിലേക്കൊക്കെ പോവാം. പക്ഷെ നമുക്ക് പരീക്ഷ കഴിയണം. ഈ പരീക്ഷയുടെ കൂടെ നമ്മൾ ഗവേഷണം നടണം, റിസർച്ച്, കുറെ റിസർച്ച് ചെയ്യാറുണ്ട് ഇതില്. അതെ, ഇൻഷാല്ലാ അതിനൊക്കെ സമയം. ഇനി വജ്ജഹത്ത് വജ്ഹില്ലദി ഫതറ സമാവാതി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായി വേറെ സ്ഥലത്ത് വരുന്നു. അപ്പൊ നമ്മള് അത് വേറെ സൂറത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞത്? എന്താണ് കണക്ഷൻ? ഞാൻ ശരിക്കും സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചന്ദ്രനെയും സൂര്യനെ നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഭാഗത്ത് വരുന്നുണ്ട് ആയത്ത്. അത് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് ആയത്തിൽ അതേപോലെ നോക്കി കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു സുഹൃത്ത് പഠിക്കുമ്പോൾ ഖുർആൻ മൊത്തം പഠിച്ചുപോലെ വരണം. ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയം വേറെ ഖുർആനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഖുർആൻ അവസാനം വരെ വേർഡ് ബൈ വേർഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എത്ര നാള് ഇടവേള വേണം? ഇൻഷാല്ലാ പരീക്ഷയ്ക്ക് എത്ര ഏതായാലും നാൾ ഇടവേള വേണമെന്ന് പറയുക. എന്നിട്ട് നമുക്ക് റിവിഷൻ, അതിനിടയ്ക്ക് റിവിഷൻ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അതെ അതെ ഇൻഷാല്ലാ ഏതായാലും അറബിക് പരീക്ഷ അറബിക് പരീക്ഷ ഡേറ്റ് വന്നോ? ഡേറ്റ് വന്നില്ലല്ലോ. ഇല്ല അതിനും കുറെ ഉണ്ടല്ലോ പഠിക്കാന്. റിവിഷനും പിന്നെ അല്ല, അതിന്റെ റിവിഷൻ ഇപ്പൊ ഒരു ഘട്ടം റിവിഷൻ കഴിഞ്ഞു. പിന്നെ അടുത്ത ഘട്ടം റിവിഷൻ പിന്നെ വരാൻ പോവാണ്. 15 പാഠം വരെയുള്ള റിവിഷൻ കഴിഞ്ഞിട്ട് അതെ പരീക്ഷ അത് നടത്തും. പരീക്ഷ കഴിഞ്ഞാൽ ഇൻഷാല്ലാ. ഇതിൽ എത്ര പേരുണ്ടായവരുണ്ട്? എത്ര? ഇതിൽ എത്ര പേര് അറബിയിലുണ്ട്? അറബിക്കിൽ 7, 8 8 അല്ലല്ല, ഇതിൽ എത്ര പേര്? ഇതിൽ കുറച്ച് പേരുണ്ടല്ലോ. 3 പേരുണ്ടോ? 3 പേരാണ്. എല്ലാ സാറും ഇതിന്റെ അകത്തില്ലെന്ന് തോന്നുന്നു. അതെ ഇതിലില്ലാന്ന് തോന്നുന്നുണ്ട്. ഞാനും ഷീബയും മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെ ഒരാളും കൂടി. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് വോയിസ് വിടാൻ പറ്റുമോ? വോയിസ് കൂടി. നിങ്ങൾ എന്തായി ഇപ്പൊ ഹോസ്പിറ്റൽ കേസ് എന്തായി? ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അൽഹംദുലില്ലാ, പോണം. ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോകണം. 3-ാം തീയതി പോണം, 6-ാം തീയതി പോണം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ചെക്കപ്പ് അല്ലേ? അല്ല, ഡ്രസ് ചെയ്യാന്. ഡ്രസ് ചെയ്യാൻ വേണ്ടി. അതെ, ഡ്രസ് ചെയ്യാൻ. അല്ല, സർജറി ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അതൊക്കെ കഴിഞ്ഞു. എല്ലാം അതൊക്കെ സക്സസ്ഫുൾ ആണ്. കഴിഞ്ഞു. ഇനി ഇത് ഡ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് അഴിച്ചിട്ട് വേണം ശരിക്കുള്ള പ്ലാസ്റ്റർ ഇടാന്. തൽക്കാലം അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് പ്ലാസ്റ്റർ പാരീസിലേക്ക്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അമീൻ അമീൻ. എല്ലാവരും നല്ലപോലെ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. വേറെന്താ പറഞ്ഞ്? അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരുമ്പോ അതിലേക്ക് ഞാൻ വോയിസ് വിട്ടാ മതിയോ? അതെ ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിക്കുക? അല്ല, നമുക്ക് നോക്കാം. ഇത്രയും പെട്ടെന്ന് പരീക്ഷ നടക്കും തോന്നുന്നില്ല. അതെ, സമയം എടുക്കുമായിരിക്കും അല്ലേ? സമയം എടുക്കും. കാരണം അതിനിടയ്ക്ക് അറബിക്ക് വരുമ്പോഴത്തേക്ക് അറബിക്കിന്റെ ഒരു സംഭവം ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് അറബി ചെയ്യുന്നുണ്ട്. പങ്കെടുത്തില്ലേ പിന്നെ അതിന്റെ ഒരു ഇത് വിടുള്ളൂ. നിങ്ങളെ ഇടത് കൈയാണോ വലത് കൈയാണോ? വലുത്. വലത് കൈയാണ്.
ഇതിപ്പോ ഞാൻ ജസ്റ്റ് ക്ലാസ് കേൾക്കണേല്ലോ. അപ്പൊ എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതെ അതെ അതെ. എന്തായാലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. നിങ്ങൾ പഠിക്കുക. പഠിക്കുക. ഇപ്പൊ ഒരുപാട് സമയമുണ്ടല്ലോ. സമയം ഉണ്ട്. അങ്ങനെ ഇരിക്കാനും പറ്റണമൊന്നുമില്ല. പെയിൻ അല്ല ഞാൻ കാരണേ പറയാണ് കുറച്ച് താരതമ്യേന ഇത് മറ്റത് ബിസിയാണ്, ജോലിയാണ്, പണിയാണ്, തിരക്കാണെന്നൊക്കെ പറയും. അതിനെ അപേക്ഷിച്ച് സമയമുണ്ട്. പിന്നെ പഴയ പോലെ എനിക്ക് എല്ലാ ബുക്ക് കൊടുത്തിട്ട് ഇരിക്കാനും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ അതെ അത് ഫോണിൽ മനസ്സിലായി, അത് മാത്രം മനസ്സിലായി. അതെ അതെ. അങ്ങനെയൊക്കെയാണ്. എന്നാലും എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെന്നാ ഒന്നും കൂടി ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അതിപ്പോ ഈ ക്ലാസ് കേൾക്കണതല്ലേ ഉള്ളൂ. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമുക്ക് കാര്യങ്ങൾ ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും അടുത്ത പ്രാവശ്യം സിറ്റിംഗ് ഉണ്ടാവും കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും. നമ്മൾ എന്താണ് ക്ലാസ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ. ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. باللقاء بإذن الله. والسلام عليكم ورحمة الله. عليكم السلام ورحمة الله وبركاته. الله